ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ വേർബ്സ് അതായത് ക്രിയകൾ ഒരു ഭയങ്കര തലവേദനയായിട്ട് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അതിലൊരു രഹസ്യമുണ്ട്. വെറും രണ്ട് നിയമങ്ങൾ. അതെ, ഈ 2 റൂൾസ് പഠിച്ചാൽ മാത്രം മതി 90% ജർമ്മൻ വേർബ്സും നിങ്ങൾക്ക് ഒരു തെറ്റും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. നമസ്കാരം, ഞാൻ ഗോഥെ പാത്വേസ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അല്ലേ, പലർക്കും ഇതൊരു പേടി സ്വപ്നം തന്നെയാണ്. ഈഷ് വരുമ്പോൾ വെർബിന്റെ അവസാനം ഒരുമാതിരി, ഡു വരുമ്പോൾ വേറൊന്ന്. ഇതൊക്കെ കാണാപാഠം പഠിക്കണമല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കാറുണ്ടോ? എന്നാൽ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആ രഹസ്യം ഇതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വെറും 2 നിയമങ്ങളാണ്. ഈ 2 ഗോൾഡൻ റൂൾസ് മാത്രം പഠിച്ചാൽ മതി. ജർമ്മൻ ഭാഷയിലെ ഒരുവിധം എല്ലാ ക്രിയകളും നിങ്ങളുടെ കൺട്രോളിലാവും. സംഭവം സിമ്പിളാണ്. ആ നിയമങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് നമുക്കൊരു വേർബിന്റെ ഘടനയെപ്പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. ഒരു ലെഗോ ബ്ലോക്ക് പോലെ സങ്കല്പിച്ചാൽ മതി. എല്ലാ ക്രിയകൾക്കും ഒരു പ്രധാന ഭാഗമുണ്ടാകും. അതിനെ നമ്മൾ സ്റ്റെം എന്ന് പറയും. പിന്നെ അതിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു വാലറ്റവും അഥവാ എൻഡിങ്ങും ഉണ്ടാകും. ദേ, ഈ മഹൻ എന്ന വാക്കൊന്ന് നോക്കിക്കേ. ഇതിലെ മഹ് ആണ് നമ്മുടെ സ്റ്റെം, ആ ലെഗോയുടെ മെയിൻ ബ്ലോക്ക്. അതിന്റെ കൂടെയുള്ള എൻ ആണ് വാലറ്റം. ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഈ വാലറ്റം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോ ഇഷ്, അതായത് ഞാൻ എന്ന് വരുമ്പോ നമ്മൾ ആ എൻ എടുത്ത് മാറ്റിയിട്ട് പകരം ഒരു ഈ വെച്ചുകൊടുക്കും. അപ്പൊ അത് ഇഷ്മാ ഹേനാവും. ഈ വാലറ്റം മാറ്റുന്ന പരിപാടിക്കാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ശരി, ഇനി നമ്മൾ കാത്തിരുന്ന ആ 2 സുവർണ നിയമങ്ങളിലേക്ക് വരാം. ജർമ്മൻ ക്രിയകളെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം. ഒന്ന്, നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന നല്ല കുട്ടികളായ റെഗുലർ വേർബ്സ്. പിന്നെ ചിലപ്പോഴൊക്കെ നിയമങ്ങൾ തെറ്റിക്കുന്ന ഇറഗുലർ വേർബ്സ്. അപ്പോ ഈ റെഗുലർ വേർബ്സ് ഉണ്ടല്ലോ, അവർ ഭയങ്കര ഡീസന്റാണ്. എപ്പോഴും നിയമങ്ങൾ അതേപടി പാലിക്കും. അവരുടെ സ്റ്റെം, അതായത് ആ ലെഗോയുടെ പ്രധാന ഭാഗം, എപ്പോഴും ഒരേപോലെയിരിക്കും, ഒരു മാറ്റവും വരില്ല. പക്ഷേ ഇറഗുലർ വേർബ്സ് അങ്ങനെയല്ല. അവർ കുറച്ച് കുഴപ്പക്കാരാണ്. അവരിടയ്ക്ക് നിയമം തെറ്റിക്കും. അവരുടെ സ്റ്റെമ്മിന്റെ ഉള്ളിലുള്ളൊരു വൗൽ, അതായത് ഒരു സ്വരാക്ഷരം, ചിലപ്പോൾ അങ്ങ് മാറും. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഇവിടെയാണ് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവുക. ഇടതുവശത്ത് ലേർനെൻ എന്ന റെഗുലർ വേർബ്, അതിന്റെ സ്റ്റെമ്മായ ലേൺ എല്ലാത്തിലും ഒരുപോലെ നിൽക്കുന്നത് കണ്ടോ? വാലറ്റം മാത്രമേ മാറുന്നുള്ളൂ. ഇനി വലതുവശത്തുള്ള ആ കുഴപ്പക്കാരൻ സ്പ്രെച്ചനെ നോക്കൂ. ഡു, എസ് എന്നിവ വന്നപ്പോൾ കണ്ടോ? സ്റ്റെമ്മിന്റെ ഉള്ളിലെ ഇ എന്ന അക്ഷരം ഐ ആയിട്ട് മാറി. ഇതാണ് ഞാൻ പറഞ്ഞ നിയമലംഘനം. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട രഹസ്യം പറയാൻ പോവാണ്. ജർമ്മൻ പഠിച്ചു തുടങ്ങുന്നവർ എപ്പോഴും വീഴുന്നൊരു കെണിയാണിത്. പക്ഷേ ഈയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ തെറ്റ് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാം. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമം. ഈ വൊവൽ ചേഞ്ച്, അതായത് സ്വരാക്ഷരത്തിന് വരുന്ന മാറ്റം, ഡു പിന്നെ എസ് ഇവരുടെ കൂടെ വരുമ്പോൾ മാത്രമേ സംഭവിക്കൂ. വേറെ ആരുടെ കൂടെയും ഈ മാറ്റം വരില്ല. ഇതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. ഈ ഉദാഹരണം നോക്കുമ്പോൾ സംഭവം ക്ലിയറാകും. ദുഷ്പ്രിഷ്ട്, ഏഷ്പ്രിഷ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം ഡു, എർ എന്നിവ വരുമ്പോൾ വൊവൽ മാറണം. എന്നാൽ ഒരുപാട് പേർ ഇഷ്പ്രിഹേ എന്ന് തെറ്റായി പറയാറുണ്ട്. ഓർക്കുക, ഇച്ച് വരുമ്പോൾ വൊവൽ ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഇഷ്പ്രിഹേ എന്നു തന്നെ പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇനി നിങ്ങളുടെ ഊഴമാണ്. നമ്മളിപ്പോൾ പഠിച്ച നിയമം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? റെഡിയല്ലേ? സ്ക്രീനിൽ കാണുന്ന ഈ വാക്യം ഒന്ന് പൂരിപ്പിക്കാമോ? എസ്എൻ പിസ്സ. ഞാനൊരു ചെറിയ ക്ലൂ തരാം. എസ്എൻ ഒരു ഇറഗുലർ വേർബാണ്. അതിലെ ഇ എന്ന വൗവൽ ഐ ആയിട്ട് മാറും. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് വേഗം താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ശരിയായ ഉത്തരം ഇസ്റ്റ്. ഇസ്റ്റ് പിസ്സ. കണ്ടില്ലേ? എയർ വന്നതുകൊണ്ട് സ്റ്റെമ്മിലെ ഇ എന്ന വൊവൽ മാറി ഐ ആയി. പിന്നെ നിയമമനുസരിച്ച് അവസാനം ഒരു ടിയും ചേർത്തു. ഉത്തരം ശരിയാക്കിയ എല്ലാവർക്കും എന്റെ വക ഒരു വലിയ അഭിനന്ദനം. ഇതുപോലെ ജർമ്മൻ ഗ്രാമർ സിമ്പിളായിട്ട് പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഞാൻ കമന്റ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ചിയേഴ്സ്.